ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പാർട്ണർഷിപ്പ് അതിലെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിൻ്റെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ ഇട്ടിട്ടില്ല, ക്വസ്റ്റ്യനും അതിനോടൊപ്പം തന്നെ ആൻസറും പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. In India, partnership concerns are governed by. ഇന്ത്യയിൽ പാർട്ണർഷിപ്പ് സ്ഥാപനങ്ങൾ ഏത് ആക്ട് മുഖേനയാണ് പ്രവർത്തിക്കുന്നത്? ഓക്കെ, ഏത് ആക്റ്റാണ്? ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട്. എന്നാണ് ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട്? 1932. ഓക്കെ, അപ്പോൾ ഇൻ ഇന്ത്യ പാർട്ണർഷിപ്പ് കൺസേൺസ് ആർ ഗവേൺഡ് ബൈ, എന്താണ് അതിൻ്റെ ആൻസർ? ഇന്ത്യൻ പാർട്ണർഷിപ്പ് ആക്ട്. അതെന്നാണ്? 1932. പാർട്ണർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? പങ്കാളിത്ത വ്യവസ്ഥ അല്ലെ? രണ്ടോ അതിലധികമോ ആൾക്കാർ ചേർന്ന് നടത്തുന്ന ഒരു ബിസിനസ്സാണ്. പക്ഷെ ഇതേപോലെ രണ്ടോ അതിലധികം ആൾക്കാർ ചേർന്ന് നടത്തുന്ന ബിസിനസ്സിനെ എല്ലാം പാർട്ണർഷിപ്പ് എന്ന് പറയില്ല. അത് ഏത് ആക്ട് പ്രകാരമായിരിക്കണം? പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണെങ്കിൽ മാത്രമേ അതിനെ എന്തെന്ന് പറയൂ? പാർട്ണർഷിപ്പ് എന്ന് പറയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ പാർട്ണർഷിപ്പ് കൺസേൺസ് ആർ ഗവേൺഡ് ബൈ എന്നാണ്? ഏത് ആക്ട് പ്രകാരമാണ്? പാർട്ണർഷിപ്പ് ആക്ട് ആണ്. അത് എന്നാണ്? 1932. Okay, then question number 2. Drawings of partners debited to. Okay, drawings of partners debited to. പാർട്ട്നേഴ്സിന്റെ ഡ്രോയിങ്സ് ഡെബിറ്റഡ് ടു ഏത് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം എന്നാണ്. ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പാർട്ട്നേഴ്സ് അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള നീഡ്സിന്, പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് പാർട്ണർഷിപ്പ് ഫേമിൽ നിന്ന് എടുത്തുകൊണ്ട് പോകുന്ന എമൗണ്ട് ആണ്. അത് ഏത് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം എന്നാണ്? ഡ്രോയിങ്സ് അക്കൗണ്ടിലാണ് അത് എന്ത് ചെയ്യേണ്ടത്? ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, സോ ഡ്രോയിങ്സ് ഓഫ് പാർട്ട്നേഴ്സ് ഈസ് ഡെബിറ്റഡ് ടു ഏത് അക്കൗണ്ട് ആണ്? ഡ്രോയിങ്സ് അക്കൗണ്ട്. ഓക്കെ, ദെൻ ക്വസ്റ്റ്യൻ നമ്പർ 3. പ്രിപ്പറേഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീഡ് ഈസ് ഡാഷ്. പാർട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് എങ്ങനെയാണ്? കമ്പൽസറി ആണോ അതോ നോട്ട് കമ്പൽസറി ആണോ എന്നൊക്കെയാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ പ്രിപ്പറേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് കമ്പൽസറി ആണോ? ഇറ്റ്സ് നോട്ട് കമ്പൽസറി. ഓക്കെ, പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത് എന്താണ്? പാർട്ട്നേഴ്സ് തമ്മിലുള്ള എഗ്രിമെന്റ്. ഒരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങിക്കഴിയുമ്പോൾ ഈ പാർട്ട്നേഴ്സ് തമ്മിൽ ഒരു എഗ്രിമെന്റ് തയ്യാറാക്കണം എന്നാണ്. ആ എഗ്രിമെന്റ് തയ്യാറാക്കണം നിർബന്ധമൊന്നുമില്ല. ഓക്കെ, പക്ഷെ എഗ്രിമെന്റ് തയ്യാറാക്കിയില്ല എങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാവും. പക്ഷെ അത് തയ്യാറാക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പം അങ്ങനെ ആ എഴുതി തയ്യാറാക്കുന്ന തയ്യാറാക്കുന്ന എഗ്രിമെന്റ് എന്ന് പറയുന്നത് ഓറൽ ആവാം, റിട്ടേൺ ആവാം. റിട്ടേൺ എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പാർട്ണർഷിപ്പ് ഡീഡ് പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് കമ്പൽസറി ആണോ? ഇറ്റ്സ് നോട്ട് കമ്പൽസറി. ഓക്കെ, ദെൻ next one, question number 4. Partnership deed can also be called. Partnership deed നെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? ഓക്കെ, partnership deed is also called. Partnership deed നെ വിളിക്കുന്ന വേറൊരു പേര് articles of partnership. ഓക്കെ, അപ്പോൾ partnership deed നെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? articles of partnership. ഓക്കെ, partnership deed എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞു. എന്താണ്? ഇവർ തമ്മിൽ എഴുതി തയ്യാറാക്കുന്ന റിട്ടേൺ എഗ്രിമെന്റിനെയാണ് എന്ന് പറയുന്നത് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അതിൻ്റെ അകത്ത് ആ പാർട്ട്നേഴ്സിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അടങ്ങുന്ന ഡോക്യുമെന്റ് എന്നൊന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ആ ഒരു ഡോക്യുമെന്റിനെയാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പ് ഡീഡിനെ വിളിക്കുന്ന വേറൊരു പേരാണെന്ത്? ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, ക്വസ്റ്റ്യൻ നമ്പർ 5. Maximum number of partners in a banking business as per Companies Act 1956. Companies Act 1956 പ്രകാരം മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എത്രയാണ്? അത് ഏത് ബിസിനസ് ആണെങ്കിൽ? ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ. ഓക്കെ, ഇപ്പോൾ പാർട്ണർഷിപ്പ് കമ്പനീസ് ആക്ട് 1956 അല്ല, 2013 ആണ്. പക്ഷെ കമ്പനീസ് ആക്ട് 1956 പ്രകാരം
മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ബാങ്കിങ് ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ എത്രയാണ്? 10 ആണ്. ഓക്കെ, ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ എത്രയാണ്? 10 ആണ്. നോൺ ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ എത്രയുമാണ്? 20യുമാണ്. ഓക്കെ, അപ്പോൾ ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ 10, പിന്നെ നോൺ ബാങ്കിങ് ബിസിനസ് ആണെങ്കിൽ എത്രയാണ്? 20 ആണ്. അത് ഏത് ആക്ട് പ്രകാരം? കമ്പനീസ് ആക്ട് പ്രകാരം. അപ്പൊ അവിടെ മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഈസ് ഗവേൺഡ് ബൈ കമ്പനീസ് ആക്ട് ആണ്. മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഈസ് ഗവേൺഡ് ബൈ പാർട്ണർഷിപ്പ് ആക്ട് ആണ്. അത് ഓർത്ത് വെക്കണം. മിനിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഈസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ ഏത് ആക്ട് പ്രകാരം? പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം. അത് രണ്ടാണ്. ഓക്കെ, ഇനി മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് അതെവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? കമ്പനീസ് ആക്ടിലാണ്. ഓക്കെ, then question number 6. Partners are collectively known as, okay, collectively എല്ലാരും കൂടെ പറയുന്ന പേര് എന്താണ്? firm. Okay, they are individually they are known as partners and collectively they are known as എന്താണ്? firm. Okay, ഇപ്പൊ individually they are known as partners and collectively they are known as എന്താണ്? firm. Okay, then next one, question number 7. Registration of partnership is dash. Registration of partnership. പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ്. അതെങ്ങനെയാണ്? രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഈസ് കമ്പൽസറി. ഓക്കെ, പാർട്ണർഷിപ്പ് എന്തായാലും എന്ത് ചെയ്യണം? കമ്പൽസറി ആയിട്ടും അത് എന്ത് ചെയ്യണം? രജിസ്റ്റർ ചെയ്യണം. ഓക്കെ, സോ രജിസ്ട്രേഷൻ ഓഫ് പാർട്ണർഷിപ്പ് ഈസ് എന്താണ്? കമ്പൽസറി. ഓക്കെ, then next one. Every partner in a firm is both an agent and dash. Every partner in a firm is both an agent and dash. ഏജന്റും ആണ്, പിന്നെ എന്തുവാണ്? പ്രിൻസിപ്പളും ആണ്. ഓക്കെ, ഒരു ഫേമിലെ പാർട്ട്നേഴ്സ് അവരെന്താണ്? ഏജന്റും ആണ്, പിന്നെ എന്തുവാണ്? പ്രിൻസിപ്പളും ആണ്. ഓക്കെ, പാർട്ണർഷിപ്പ് ആക്ടിന്റെ ഡെഫിനിഷനിൽ തന്നെ പറയുന്നുണ്ട്, carried on by all or any of them acting for all എന്ന് പറയുന്നുണ്ട്. ഓക്കെ, carried on by all or any of them acting for all എന്ന് പറയുന്നുണ്ട്. ഒന്നുകിൽ എല്ലാരും കൂടെ ചേർന്ന് പ്രവർത്തിക്കുന്നു, അല്ലെങ്കിലോ ഒരാള് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, ഇവിടെയാണ് നമ്മൾ പറയുന്നത് എവറി പാർട്ട്ണർ ഇൻ എ ഫേം ഈസ് ബോത്ത് ആൻ ഏജന്റ് ആൻഡ് പ്രിൻസിപ്പൽ. ഓക്കെ, then next question. The name which the partnership business is carried on is called. The name in which the partnership business is carried on is called. Okay, എന്താ പറയുന്നത്? firm name എന്ന് പറയും. Okay, എന്താണ് പറയുന്നത്? firm name. The name in which the partnership business is carried on. ആ പേരിനെ പറയുന്നത് എന്താണ്? firm name. Okay, then അടുത്ത question. Minimum number of members in a partnership is fixed by dash act. ഒരു പാർട്ണർഷിപ്പ് ഫേമിൽ മിനിമം നമ്പർ ഫിക്സ് ചെയ്യുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? മിനിമം നമ്പർ ഫിക്സ് ചെയ്യുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ്. ഓക്കെ, അപ്പോൾ ഒരു പാർട്ണർഷിപ്പ് ഫേമിലെ മിനിമം നമ്പർ ഈസ് ഫിക്സഡ് ഏത് ആക്ട് പ്രകാരമാണ്? പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരമാണ്. പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം മിനിമം നമ്പർ എത്രയാണ്? 2 ആണ്. ഓക്കെ, ഇനി അവിടെ ഇതിനു മുമ്പ് ചോദിച്ച വേറെ ക്വസ്റ്റ്യൻ ഓർത്തിരിക്കുക. മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഏത് ആക്ട് പ്രകാരമാണ്? കമ്പനീസ് ആക്ട് പ്രകാരമാണ്. മിനിമം നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഫിക്സഡ് ഇൻ ഏത് ആക്ട് പ്രകാരം? പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം. ഓക്കെ, ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യനും. എന്താണ്? ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ടു ഫോം എ പാർട്ണർഷിപ്പ് ഈസ് ഡാഷ്. ഒരു പാർട്ണർഷിപ്പ് ഫേം തുടങ്ങണം എന്നുണ്ടെങ്കിൽ മിനിമം എത്ര പേര് വേണം?
എത്ര പേര് വേണം? 2 ആൾക്കാർ, 2. ഓക്കെ, അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ദ മിനിമം നമ്പർ ഓഫ് പേഴ്സൺസ് ടു ഫോം എ പാർട്ണർഷിപ്പ് ഈസ് എത്രയാണ്? 2. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർട്ട്നേഴ്സ് സാലറി ഈസ് ഡാഷ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, പാർട്ട്നേഴ്സിന്റെ സാലറി ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യും? എന്ത് ചെയ്യും? ക്രെഡിറ്റഡ്. എന്ത് ചെയ്യുന്നതാണ്? ക്രെഡിറ്റ് ചെയ്യുമെന്നാണ്. ഓക്കെ, അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ എന്താണ്? ഓപ്പണിംഗ് ബാലൻസ്. ഓപ്പണിംഗ് ബാലൻസിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് സൈഡിലാണ്. കാരണം ക്യാപിറ്റൽ അക്കൗണ്ടിന് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അഡീഷണൽ ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി, ഓക്കെ, കമ്മീഷൻ, ഇതെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഏത് സൈഡിലാണ് വരുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് പാർട്ട്നേഴ്സ് സാലറീസ് ഡാഷ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് ചോദിച്ചാൽ എന്താണ് അതിന്റെ ആൻസർ? ക്രെഡിറ്റഡ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ, അടുത്ത ക്വസ്റ്റ്യൻ. In the absence of an agreement, partners will share profit or loss. Okay, partners will share profit or loss എന്താണ്? ഈക്വലി. അവിടെ എഗ്രിമെന്റ് ഇല്ല എങ്കിൽ പാർട്ട്നേഴ്സ് അവരുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് എങ്ങനെ ഷെയർ ചെയ്യും? ഈക്വൽ ആയിട്ടാണ് ഷെയർ ചെയ്യേണ്ടത്. അല്ലാതെ അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷന്റെ റേഷ്യോയിലൊന്നും അല്ല. ഇപ്പോ 3 പാർട്ട്നേഴ്സ് എക്സ്, വൈ ആൻഡ് ഇസഡ്. എക്സ് ഒരു 50 lakh rupees ഇൻവെസ്റ്റ് ചെയ്തു, വൈ 30 lakh ഇൻവെസ്റ്റ് ചെയ്തു, ഇസഡ് 20 lakh ഇൻവെസ്റ്റ് ചെയ്തു. അങ്ങനെ ഇവര് പാർട്ണർഷിപ്പ് ഫേം തുടങ്ങി. പക്ഷെ ഇവര് എഗ്രിമെന്റിൽ ഇതിനെക്കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഇൻ ദ ആബ്സൻസ് ഓഫ് എഗ്രിമെന്റ് ഇവർക്ക് പ്രോഫിറ്റ് കിട്ടിയെന്ന് വിചാരിക്കുക. ഈ പ്രോഫിറ്റ് ഇവർ എങ്ങനെ ഷെയർ ചെയ്യണം? ഈ റേഷ്യോയിലല്ല ഷെയർ ചെയ്യേണ്ടത്. എങ്ങനെ ഷെയർ ചെയ്യണം? ഈക്വൽ ആയിട്ട്, 1:1 ഈക്വൽ ആയിട്ട് വേണം എന്ത് ചെയ്യാൻ? ഷെയർ ചെയ്യാൻ. ഓക്കെ, അത് പ്രധാനമായും ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇൻ ദ ആബ്സൻസ് ഓഫ് ആൻ എഗ്രിമെന്റ് പാർട്ട്നേഴ്സ് വിൽ ഷെയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഈക്വലി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Partners current account is a dash account. Partners current account is a dash account. പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ട് എന്ന് പറയുന്നത് ഏത് അക്കൗണ്ട് ആണ്? പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഓക്കെ, പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും പേഴ്സണൽ അക്കൗണ്ട് ആണ്. അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടും ഏത് അക്കൗണ്ട് ആണ്? പേഴ്സണൽ അക്കൗണ്ട് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ. Interest on capital. Interest on capital is to be credited to dash account. Okay, interest on capital is credited to dash account. Interest on capital ഏത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും? ഏത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും? ക്യാപിറ്റൽ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ക്രെഡിറ്റഡ് ടു ഏത് അക്കൗണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ട്. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ ഓപ്പണിംഗ് ബാലൻസ്, അഡീഷണൽ ക്യാപിറ്റൽ, സാലറി, കമ്മീഷൻ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇതെല്ലാം ഏത് സൈഡിലാണ് വരുന്നത്? ക്രെഡിറ്റ് സൈഡിലാണ് വരുന്നത്. ഓക്കെ, സോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് ടു ബി ക്രെഡിറ്റഡ് ടു ഏത് അക്കൗണ്ട്? ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ റിട്ടൺ അഗ്രിമെന്റ് ബിറ്റ്വീൻ ദ പാർട്ട്നേഴ്സ് that governs the partnership. ഈ പാർട്ട്നേഴ്സ് അവരെ എഴുതി തയ്യാറാക്കുന്ന ആ എഗ്രിമെന്റിനെ പറയുന്ന പേര് എന്താണ്? ആ എഗ്രിമെന്റിനെ പറയുന്ന പേര് പാർട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, എന്താ പറയുന്നത്? പാർട്ണർഷിപ്പ് ഡീഡ്. ഓക്കെ, പാർട്ണർഷിപ്പ് ഡീഡ് ഈസ് ഓൾസോ നോൺ ആസ് ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്. പാർട്ണർഷിപ്പ് ഡീഡിനെ വിളിക്കുന്ന വേറൊരു പേരെന്താണ്? ആർട്ടിക്കിൾസ് ഓഫ് പാർട്ണർഷിപ്പ്. ഓക്കെ, ദെൻ next one. Current account is prepared when capitals are dash. കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് ക്യാപിറ്റൽ ഏത് മെത്തേഡിൽ ചെയ്യുമ്പോഴാണ്?
ഏത് മെത്തേഡിൽ ചെയ്യുമ്പോഴാണ്? ഫിക്സഡ് മെത്തേഡിൽ. ഏത് മെത്തേഡിലാണ്? ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ. അപ്പൊ രണ്ട് മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. എന്താണ്? ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഉണ്ട്, ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഉണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം അവിടെ ഒരേ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് മാത്രം, ഒരേ ഒരു അക്കൗണ്ട് മാത്രമേ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൂ. അതേതാണ്? ക്യാപിറ്റൽ അക്കൗണ്ട് ആണ്. പ്രധാനപ്പെട്ട ഇയർലി അഡ്ജസ്റ്റ്മെന്റുകൾ, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതെല്ലാം ക്യാപിറ്റൽ അക്കൗണ്ടിൽ തന്നെയാണ് എഴുതുന്നത്. പക്ഷെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് പ്രകാരം അവിടെ രണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്, രണ്ട് കറണ്ട് അക്കൗണ്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഈ ഇയർലി അഡ്ജസ്റ്റ്മെന്റുകൾ എല്ലാം എഴുതുന്നത് കറണ്ട് അക്കൗണ്ടിലാണ്. അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? കറണ്ട് അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് വെൻ ക്യാപിറ്റൽസ് ആർ. ഏത് മെത്തേഡാണ്? ഫിക്സഡ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ പാർട്ണർഷിപ്പ് ഈസ് ഫിക്സഡ് ബൈ ഡാഷ് ആക്ട്. മാക്സിമം നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് ഈസ് ഫിക്സഡ് ബൈ ഏത് ആക്ട് പ്രകാരമാണ്? ഇന്ത്യൻ കമ്പനീസ് ആക്ട്. ഓക്കെ. മിനിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ഇൻ എ പാർട്ണർഷിപ്പ് ഫേം ഈസ് ഫിക്സഡ് ബൈ ഏത് ആക്ട് പ്രകാരം? പാർട്ണർഷിപ്പ് ആക്ട് പ്രകാരം. പക്ഷെ മാക്സിമം നമ്പർ ഓഫ് മെമ്പേഴ്സ് ആണെങ്കിൽ ഇത് ഫിക്സഡ് ബൈ ഏത് ആക്ട് പ്രകാരം? കമ്പനീസ് ആക്ട് പ്രകാരം. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് എ ഡാഷ് ടു ദ ഫേം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ലോസ് ആണ്. ഓക്കെ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? ലോസ് ആണ്. ഓക്കെ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്? ലോസ് ആണ്. ഓക്കെ. ലോസ്. അടുത്ത ക്വസ്റ്റ്യൻ. The liability of partners in a partnership firm. The liability of partners in a partnership firm. ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എങ്ങനെയാണ്? അൺലിമിറ്റഡ് ആണ്. എന്താണ്? അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. ഓക്കെ. ഒരു പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ഏത് ലയബിലിറ്റി ആണ്? അൺലിമിറ്റഡ് ലയബിലിറ്റി ആണ്. എന്ന് പറഞ്ഞാൽ ഒരു പാർട്ണർഷിപ്പ് ഫേം നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ നഷ്ടം മുഴുവനും ആര് സഹിക്കണം? പാർട്ണേഴ്സ് സഹിക്കണം. ഇയാൾ കൊണ്ടുവരുന്ന എമൗണ്ട് മാത്രമല്ല, വേറെ ആർക്കെങ്കിലും വീണ്ടും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് അവരുടെ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കണം. ഓക്കെ. അപ്പൊ അതുകൊണ്ടാണ് പാർട്ണർഷിപ്പ് ഫേമിനെ സംബന്ധിച്ചിടത്തോളം പാർട്ട്നേഴ്സിന്റെ ലയബിലിറ്റി എങ്ങനെയാന്ന് പറയുന്നത്? അൺലിമിറ്റഡ് ആണ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എഗ്രിമെന്റ്, partner is entitled to an interest of dash on loan advanced by him. In the absence of an agreement, ഇവരുടെ എഗ്രിമെന്റിൽ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു പാർട്ട്ണർ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ലോണും കൊടുക്കുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എത്ര ശതമാനം ഇൻട്രസ്റ്റിനുള്ള അവകാശമുണ്ട് എന്നാണ്. ഓക്കെ. നിയമത്തിൽ പറയുന്നുണ്ട് എത്ര ശതമാനം ഇൻട്രസ്റ്റിനുള്ള അവകാശമുണ്ട്? 6%. ഓക്കെ. എത്ര ശതമാനമാണ്? 6%. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അതുപോലെ സാലറി ടു പാർട്ട്നേഴ്സ് എക്സെട്ര ആർ ഡാഷ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി ടു പാർട്ട്നേഴ്സ് ആർ ഡാഷ്. എന്താണ്? അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. എന്താണ്? അപ്രോപ്രിയേഷൻ ഓഫ് പ്രോഫിറ്റ്. ഓക്കെ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ക്യാൻ ഹാവ്. പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിന് ഏത് ബാലൻസ് ആണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? ഇതിൽ ഓപ്ഷനിൽ ഡെബിറ്റ് ബാലൻസ് ഉണ്ടാവും, ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവും, ഡെബിറ്റ് ഓർ ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവും, നൺ ഓഫ് ദീസ് അങ്ങനെ ഓപ്ഷനിൽ കാണും. അപ്പൊ നോക്കി, പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസും വരാം, പിന്നെ ഏത് ബാലൻസും വരാം? ക്രെഡിറ്റ് ബാലൻസും വരാം. ഓക്കെ. അപ്പൊ അതിന്റെ ആൻസർ എന്താ? ഡെബിറ്റ് ബാലൻസ് ഓർ ക്രെഡിറ്റ് ബാലൻസ്. അവിടെ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിൽ എല്ലാ ഇയർലി ആയിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ഈ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലാണ് എഴുതുന്നത്. അങ്ങനെ എഴുതുമ്പോൾ ചിലപ്പോൾ അതിന് ഡെബിറ്റ് ബാലൻസ് വരാം, ചിലപ്പോൾ അതിന് ഏത് ബാലൻസ് വരാം? ക്രെഡിറ്റ് ബാലൻസും വരാം. അതിന് ഡെബിറ്റ് ബാലൻസ് വരികയാണെങ്കിൽ അത് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ കാണിക്കണം എന്നാണ്.
ഇനി ക്രെഡിറ്റ് ബാലൻസ് ആണ് വരുന്നതെങ്കിൽ അത് ബാലൻസ് ഷീറ്റിന്റെ ഏത് സൈഡ് കാണിക്കണം? ലയബിലിറ്റി സൈഡിലാണ് കാണിക്കുന്നത്. അപ്പോൾ പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസും വരാം, പിന്നെ ഏത് ബാലൻസും വരാം? ക്രെഡിറ്റ് ബാലൻസും വരാം. ഓക്കെ, then last question. When capitals are fixed, dash account are prepared. ഓക്കെ, ക്യാപിറ്റൽ ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിൽ ഏത് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ഏത് അക്കൗണ്ട് ആണ്? പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. ഓക്കെ, അപ്പൊ ഏത് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് ആണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, when the capital are fixed, dash account is prepared. ഏതാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട്. അവിടെ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെങ്കിൽ ശരിക്ക് അവിടെ രണ്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം എന്നാണ്, പ്രിപ്പയർ ചെയ്യണം എന്നാണ്. ഒന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും പിന്നെ രണ്ട് പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടും. ഓക്കെ, എന്നിട്ട് ഇയർലി ആയിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ഏത് അക്കൗണ്ടിൽ എഴുതും? പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലാണ് എഴുതുന്നത്. ഇയർലി ആയിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ഏത് അക്കൗണ്ടിലാണ് എഴുതുന്നത്? ഈ പറയുന്ന പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിലാണ് എഴുതുന്നത്. അപ്പൊ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്യാപിറ്റൽ ഫിക്സഡ് ആണെന്നുണ്ടെങ്കിൽ ഏത് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം എന്നാണ്. ഏത് അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പൊ ആ പാർട്ട്നേഴ്സ് കറണ്ട് അക്കൗണ്ടിൽ പ്രധാനപ്പെട്ട അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം അവിടെ എഴുതും. ഓക്കെ, അപ്പൊ കറണ്ട് അക്കൗണ്ടിന് ഇങ്ങനെ എഴുതി കഴിഞ്ഞതിന് ശേഷം അറ്റ് ദ എൻഡ് ഓഫ് ദ ഇയർ ഇത് ബാലൻസ് ചെയ്യണം എന്നാണ്. ഓക്കെ, അങ്ങനെ ബാലൻസ് ചെയ്യുമ്പോൾ കറണ്ട് അക്കൗണ്ടിന് ഡെബിറ്റ് ബാലൻസും വരാം, ക്രെഡിറ്റ് ബാലൻസും വരാം. അതാണ് ഇനി മുമ്പത്തെ ക്വസ്റ്റ്യൻ. പാർട്ട്നേഴ്സിന്റെ കറണ്ട് അക്കൗണ്ടിന് ഏത് ബാലൻസ് ആണെന്ന്? ഡെബിറ്റ് ബാലൻസും വരാം, പിന്നെ എന്തും വരാം? ക്രെഡിറ്റ് ബാലൻസും വരാം. ഇനി ഇതിന് ഡെബിറ്റ് ബാലൻസ് വരികയാണെങ്കിൽ അത് എവിടെ ചേർക്കണം? ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ ചേർക്കണം എന്നാണ്. ക്രെഡിറ്റ് ബാലൻസ് വരികയാണെങ്കിൽ അത് എവിടെ ചേർക്കണം എന്നാണ്? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ ചേർക്കണം എന്നാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പാർട്ണർഷിപ്പിലെ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഏരിയയിലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും ചോദിക്കാൻ സാധ്യതയായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ആ ഓരോ ക്വസ്റ്റ്യൻസും അത് മനസ്സിലാക്കി എഴുതി തന്നെ പഠിക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.